കൊറിയറുകാരൻ വിളിക്കാൻ 2 ദിവസം വിളിച്ചിപ്പോഴാണ് ട്ടോ ആളെ കിട്ടിയത്. എന്തായിരിക്കുംല്ലേ അത്? താങ്ക് യു. കേട്ടോ. ഇന്നലെ മുതൽ വിളിച്ച് ലാസ്റ്റ് വെളുത്ത് കൊണ്ടുതന്നതല്ലേ. നീണ്ട് മേലിഞ്ഞ് കൊലുന്നനെയുള്ള ഓക്കെ ഓക്കെ. നീണ്ട മുടികളുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അവൾക്ക് ചുറ്റും കുറേ കൊച്ചു കൊച്ചു പൂമ്പാറ്റകൾ. ഈ കുഞ്ഞു പൂമ്പാറ്റയും ആ വലിയ പൂമ്പാറ്റകളും കൂടെ നാട്ടിലിങ്ങനെ തുള്ളിച്ചാടി കൂട്ടൊക്കെ കൂടി ഇങ്ങനെ നടന്നിരുന്നു. ആ പൂമ്പാറ്റയാണ് ഈ പറയുന്ന ഇപ്പം തടിച്ചു മെഴുത്ത് ഉരുണ്ടിരിക്കുന്ന ഈ ഞാൻ. അപ്പോൾ അന്നത്തെ പൂമ്പാറ്റ കുഞ്ഞുങ്ങളിലെ കുറേ എല്ലാം കുഞ്ഞു കുഞ്ഞു കൂട്ടുകളും എല്ലാ തരത്തിലുള്ള കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കുഞ്ഞു കുട്ടികൾ എൻ്റെ ഒപ്പം അവരെപ്പോഴും തൊട്ടും തലോടിയും സ്നേഹം പങ്കുവെച്ചും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൂമ്പാറ്റ ഇടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിസ്സായിപ്പോയി. കാരണം അവളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ വിട്ടുപോയ ഒരു പൂമ്പാറ്റ കുഞ്ഞ് കഴിഞ്ഞ ദിവസം എവിടുന്നോ ഒരു ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ നമ്പർ തപ്പിയെടുത്ത് അവൾ എനിക്ക് വിളിക്കാൻ തുടങ്ങി. വിളിച്ച് പിന്നെ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ അന്നൊന്നും അവൾക്ക് സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ കഴിയായിരുന്ന ഒരു സ്നേഹ സമ്മാനം എനിക്ക് വേണ്ടി സർപ്രൈസായി അയച്ചിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ കൊറിയറുകാരൻ വിളിക്കും, പിന്നെ വരാൻ പറ്റില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അവസാനം ചേച്ചി തന്നെ ഉള്ളപ്പോൾ പൊട്ടിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റം ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതെന്തായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായില്ലേ. അവസാനം അതെത്തി. അങ്ങനെ അതെത്തി. അതിൻ്റെ അകത്തൊരു കുഞ്ഞു ലെറ്ററും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൊച്ചു കുട്ടികൾ എഴുതുന്ന പോലെ ഒരു കുഞ്ഞു ലെറ്റർ, താമര